നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീദേവി ബാലനോട് പറഞ്ഞു, ബാലച്ചൻ വീട്ടിൽ പോയി ഊണ് കഴിക്കാതെ എന്താണ്, ഞാൻ കഴിക്കാൻ പോകുന്നില്ല. ദേ, ഞാൻ കൊണ്ടുവന്ന ഈ ആഹാരം ടേബിളിൽ തന്നെ ഇരിക്കും. ബാലച്ചൻ വീട്ടിൽ ചെന്ന് ഊണ് കഴിച്ചെന്ന് അറിഞ്ഞെങ്കിലോ ഞാൻ കഴിക്കുള്ളൂ. ഞാനേ ഇത്തിരി കഴിയുമ്പത്തേനും അമ്മയെ വിളിച്ച് ചോദിക്കും, ബാലച്ചൻ കഴിച്ചോന്ന്. അത് കേട്ടപ്പോ ബാലൻ പെട്ടുപോയി. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ദേ അളിയ, അളിയൻ പോയി കഴിച്ചിട്ട് വന്നിട്ട് വേണം എനിക്കും പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കാനായിട്ട്. രാമേട്ടൻ പറഞ്ഞു, എനിക്കും ആഹാരം കഴിക്കണമെങ്കിൽ നീ കഴിച്ചിട്ട് വേണം ബാല, നീ കഴിക്കാതെ ഞങ്ങളാരും കഴിക്കുന്നില്ല. ഒടുവില് ബാലന് കഴിക്കാനായിട്ട് പോയി. ബാലന് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഗോമതി ആനന്ദിന് കുടിക്കാനൊക്കെ വെള്ളമൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ആനന്ദ് ചോദിച്ചു, അല്ല എന്തിയേ ദേവി എന്തിയെ അമ്മേന്ന് ചോദിച്ചു. അവളോ? അവള് കടയിൽ പോയിക്കോ. അതെന്താ? സാധനം വല്ലതും വേണമെങ്കിൽ മാമനോട് പറഞ്ഞ പോരെ, മാമൻ കൊണ്ട് തരത്തില്ലേന്ന് ചോദിച്ചു. അതെന്തിനാടാ? അവനെ പറയണേ, കട അടച്ചിട്ട് പോരുന്ന സമയത്ത് അവൾക്ക് എടുത്തോണ്ട് വന്നാ പോരെ. കട അടച്ചിട്ട് പോരുന്ന സമയത്തോ? അമ്മ എന്താ പറയുന്നേ? എടാ, ദേവിമോള് ഗോമതി സ്റ്റോഴ്സിൽ പോയിരിക്കോ ഇന്നു മുതല്. ഗോമതി സ്റ്റോഴ്സിലോ? അമ്മ എന്ത് വർത്താനാ പറയണേ? എടാ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മുമ്പ് പോയില്ലേ, അതുപോലെ തന്നെ ഇന്ന് പോയേക്കോ. ഇത് കേട്ടപ്പോ ആനന്ദിന് സഹിച്ചില്ല. ആനന്ദ് പറഞ്ഞു, ആരോട് ചോദിച്ചിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയത്? അവളോട് ആരാ പറഞ്ഞു അവിടേക്ക് പോകാനായിട്ട്? എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, എടാ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഗോമതി സ്റ്റോഴ്സിലേക്ക് അവള് പോയതുകൊണ്ട് നിനക്ക് ദേഷ്യം വരേണ്ട കാര്യമില്ല. പാപോ കൊച്ച്. ഈ മുറിക്കകത്ത് തന്നെ ഇരുന്ന് ആകെപ്പാടെ അതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ നല്ല കാര്യമെന്ന് എനിക്ക് തോന്നി. എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യമല്ലമ്മേ. അവൾക്ക് ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആര് പറഞ്ഞിട്ട് അവൾ പോയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേനുമാണ് ബാലനൊക്കെ വരുന്നത് അങ്ങോട്ട്. ഗോമതി പറഞ്ഞു, ദേ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക്, ബാലേട്ടൻ വന്നല്ലോ എന്ന് പറഞ്ഞു. പുറകെ ശ്രീദേവിയും കൂടെ വന്നു. ബാലൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഗോമതി, എന്താ പ്രശ്നം എന്താ? അതെ, ദേവിമോള് ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നത് ഇവന് ഇഷ്ടപ്പെട്ടില്ല പോലും. ആരോട് ചോദിച്ചിട്ടാ പോന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താടാ, നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അത് പിന്നെ എനിക്ക് ആ സമയം ശ്രീദേവി പറഞ്ഞു, ബാലച്ച, ആനന്ദേട്ടൻ ചീത്ത പറയേണ്ട കാര്യമില്ല. പിന്നെ ഗോമതി സ്റ്റോഴ്സിലേക്ക് ഞാൻ വരുന്ന കാര്യം ആനന്ദേട്ടൻ അറിയണ്ടായിരുന്നില്ല. അല്ല, നേരത്തെ അപ്പൊ മോള് പറഞ്ഞില്ലായിരുന്നോ ഇവനോട്? ഇന്ന് ഗോമതി ചോദിച്ചു. ഇല്ല, പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാ ആനന്ദേട്ടൻ അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതേ ആനന്ദ് പറഞ്ഞു, അത് ശരിയാ, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവള്. ബാലൻ പറഞ്ഞു, എടാ ഇപ്പോഴെന്താളും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഞാനിപ്പോ ഒന്ന് സമാധാനമായിട്ട് വരുക കുറച്ച് ദിവസത്തിന് ശേഷം. ഇനി ഉള്ള സമാധാനം നീ കളയാനായിട്ട് വരരുത്. അതും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് കയറിപ്പോയി. ഗോമതിക്ക് ഒരു സമാധാനമായി. ബാലന്റെ മനസ്സ് പഴയതുപോലെ തന്നെ ആയി വരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മുറിയിലേക്ക് വന്നിട്ട് ആനന്ദിന് കട്ടക്കലിപ്പായിരുന്നു. ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, എടി നീ കുടുംബത്തിലുള്ള എല്ലാരും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കും അല്ലേ? എനിക്ക് മനസ്സിലായടി. ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടൻ എന്തു വർത്താനാ പറയുന്നേ? കൂടുതൽ പറയണ്ട നീ. ഇനിയിപ്പോ ഗോമതി സ്റ്റോഴ്സ് കൈയെടുക്കാനായിട്ടായിരിക്കും നിന്റെ ഉദ്ദേശം. നിന്റെ അച്ഛൻ പറഞ്ഞു വിട്ട തന്ത്രമായിരിക്കും അല്ലേ? ആനന്ദേട്ടാ, ഇങ്ങനൊന്നും പറയരുത്. ഒരിക്കലും ചതിയിലൂടെ ഈ വീട്ടിലേക്ക് കയറി വരണമെന്ന് വിചാരിച്ച പെൺകുട്ടിയല്ല ഞാന്. പിന്നെ സാഹചര്യങ്ങളല്ലേ ഓരോ മനുഷ്യനെ അങ്ങനെയാക്കി മാറ്റുന്നേ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സാഹചര്യവശാല്. അതിന്റെ പേരിൽ ഇനി എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു തെറ്റ് ചെയ്യാത്ത. ഹെടി, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് പോയിക്കോണം. സത്യങ്ങളൊക്കെ എന്റെ അച്ഛനോടും അമ്മയോടും വിളിച്ചു പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്ന നിനക്ക് നല്ലത്. അല്ലാതെ അഭ്യാസം കാണിച്ചുകൊണ്ട് നിന്നാണ്ടല്ലോ, ഇനിയിപ്പൊ ഗോമതി സ്റ്റോഴ്സും കൂടെ പൂട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ അങ്ങോട്ട് പോകുന്നല്ലേ. നിന്റെ ചതിയും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത് ആനന്ദേട്ടാ. ആനന്ദേട്ടൻ ഇപ്പൊ ഇത് പറയുന്നുണ്ട്. ഞാനിപ്പോ ബാലച്ചനോട് എന്റെ ചതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലച്ചന്റെ മനസ്സ് തകർന്നു. അല്ലെങ്കിൽ തന്നെ ബാലച്ചന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെ ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. തകർന്ന മനസ്സോട് കൂടിയിട്ട് കുടുംബത്തിൽ ഓരോരുത്തരും നടക്കുന്നേ. ആ സമയത്ത് എന്റെ ചതിയും കൂടെ പറഞ്ഞ് ബാലച്ചന്റെ മനസ്സ് വേദനിപ്പിക്കണോ? എനിക്കറിയാം ആനന്ദേട്ടന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാരാന്ന്. അച്ഛനെയല്ലേ ഇഷ്ടപ്പെടുന്നേ. ആ അച്ഛന്റെ മനസ്സ് ഇനിയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടന് സഹിക്കുമോ? ആനന്ദന് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ സ്നേഹം സന്തോഷം എന്താണെന്ന് അറിയുന്നേ. ഒരു അച്ഛൻ്റെ അമ്മയുടെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയണേ ഈ കുടുംബത്തിലെ വന്നതിന് ശേഷമാണ്. അതെനിക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായി. അത് മതി എനിക്ക്. ഞാൻ അധിക ദിവസം ഒന്നും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. അധികം വൈകാതെ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം. പക്ഷെ ഈ വീട്ടിലുള്ളവർ വേദനിപ്പിച്ചിപ്പോൾ എനിക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല. ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ പോലും കരുതുന്ന രണ്ടുപേരുണ്ട് ഇവിടെ.
അപ്പൊ അവർക്കൊരു വേദന ഉണ്ടായി എനിക്ക് സഹിക്കില്ല. ഓ പിന്നെ അവള് വലിയൊരാൾ വന്നിരിക്കുന്നു. അടുത്ത നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക. അതെ, ആനന്ദേട്ടൻ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലും ഇത് നമ്പറല്ല. സ്നേഹം അതൊന്ന് പഠിപ്പിച്ച എന്നെ ഈ കുടുംബത്തിലുള്ളവരാ. അതുകൊണ്ട് ആനന്ദേട്ടൻ എനിക്കൊരു കുറച്ച് സമയം കൂടെ തരണം. അതിനുള്ളിൽ തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. പക്ഷെ ഈ സാഹചര്യത്തിൽ എന്നോട് പറയാൻ പറയരുത്. ഒടുവിൽ ആനന്ദ് അത് സമ്മതിക്കുവാണ്. ആനന്ദിന് സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലോ, വേറെ എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പിന്നെ ആനന്ദ് കൂടുതലൊന്നും പറയാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഹാളി വന്നിരുന്ന് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അന്ന് രാവിലെ മുതൽ കണക്കുകളും കാര്യങ്ങളെല്ലാം ഒരു പൈസ പോലും ഇല്ലാതെ എല്ലാം എഴുതി റെഡിയാക്കി വെക്കണം. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് ചോദിച്ചത് എന്താന്ന് ചോദിച്ചു. അതെ, ഗോമതി സ്റ്റോഴ്സിലെ കണക്കുകളും കാര്യങ്ങളൊക്കെയാ. എഴുത ഒരു പൈസ പോലും വിടാതെ എല്ലാം എഴുതി റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പായസമൊക്കെ ആയിട്ട് മിത്ര അങ്ങോട്ട് വരുന്നേ. മിത്ര പായസം കൊണ്ടുവന്ന് ശ്രീദേവിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കുടിക്കാൻ പറഞ്ഞു. അല്ല ഇതെന്താ പായസമൊക്കെ ഇന്ന് ആരുടെയും പിറന്നാളോ മറ്റോ ഉണ്ടോ? അതൊന്നുമില്ല. പിന്നെ എന്തിനാ പായസം? ഇതാരാ ഉണ്ടാക്കിയത്? മീനുവാണോ? അല്ല. പിന്നെ മിത്രയാണോ? ഞാനുമല്ല. പിന്നെ ആരാ ഉണ്ടാക്കിയത്? അമ്മയാ. അമ്മയാ? അമ്മ ഇന്ന് പായസം ഉണ്ടാക്കിയുണ്ടോ? അതെന്തിനാ? അതോ, അത് പിന്നെ ഒരു കാര്യമുണ്ട്. ഒരു സന്തോഷ വാർത്ത അമ്മയ്ക്കുന്നുണ്ട്. സന്തോഷ വാർത്ത? അതെന്താ? അനുവിന് ഇന്ന് നല്ല മാർക്ക് കിട്ടി ജയിച്ചില്ലേ, അതിന്റെ. ഓ അങ്ങനെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അമ്മയോട് ചോദിക്കരുത്. അമ്മ ഇത് സംഭവിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ ഇത് അച്ഛനറിയാൻ പാടില്ല എന്ന് മീനാക്ഷി പറഞ്ഞു. പായസത്തിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭൂകമ്പം ഉണ്ടാവും. ശരി ശരി എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നേ. ബാലൻ വന്നിട്ട് ചോദിച്ചു എന്താ മൂന്നുപേരും കൂടെ? ഒന്നുമില്ല. അപ്പോഴേക്കും ശ്രീദേവി കൊണ്ടുവന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെ ബാലിനെ ഏൽപ്പിക്കുകയാണ്. ബുക്ക് കൊണ്ടുവന്ന ഇതേ ബാലച്ചാന്ന് പറഞ്ഞു. ബാലൻ നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാം, ഞാൻ പ്രതീക്ഷിച്ചേക്കാളും ഉഗ്രനായിട്ടുണ്ട്. ആ സമയത്ത് ആനന്ദ് അവിടേക്ക് വന്നു. ആനന്ദ് മാറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുവാണ്. ശ്രീദേവി ബാലൻ പുകഴ്ത്തെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന്റെ പുച്ഛഭാവമായിരുന്നു. ഇവിടെ എത്ര ദിവസം അവിടെ കാണുമെന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഇപ്പൊ ശ്രീദേവി ചേച്ചി കടയിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനിയിപ്പൊ കട നല്ല അസലായിട്ട് മുന്നോട്ട് പോയിക്കോളൂ അല്ലേ അച്ഛാ? ശ്രീദേവി പറഞ്ഞു ബാലച്ച, കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കടയിലെ കച്ചവടം കുറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. ബാലൻ പറഞ്ഞു അത് ഞാൻ പറയും. എന്നെ പറയാനോ? അയ്യോ ബാലച്ച, പിന്നെ കണക്കുകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കുന്നേ ദൈവമോളല്ലേ. അപ്പൊ പിന്നെ കടയിൽ കച്ചവടം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെല്ലാം ഞാൻ കുറ്റപ്പെടുത്തത്തുള്ളൂ. അയ്യോ, ശ്രീദേവിക്ക് ആകെ ടെൻഷനായി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എന്തിനാ ചേച്ചി ടെൻഷൻ അടിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. കച്ചവടം കൂട്ടാനായിട്ട് ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു ട്രിക്ക് പ്രയോഗിച്ചാൽ മതി. ബാലൻ ചോദിച്ചു ട്രിക്ക് പ്രയോഗിക്കാനോ? അതേന്നെ, ഈ കടയിൽ വരുന്ന ആൾക്കാരുടെയൊക്കെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. പിന്നെ ആ ഗ്രൂപ്പിനകത്ത് സാധനങ്ങൾ വേണ്ടുന്നവർ വേണേൽ വിളിച്ചു പറയും, ലിസ്റ്റോടോ എന്തെങ്കിലും ചെയ്യട്ടെ. നമുക്ക് ആ സാധനം അനുസരിച്ച് നമുക്ക് കൊണ്ടു കൊടുത്താൽ പോരെ. ബാലൻ പറഞ്ഞു കാര്യമൊക്കെ നല്ലത് തന്നെയാ, ഓൺലൈൻ ബിസിനസ്സും കാര്യങ്ങളും. പക്ഷേ നമ്മൾ അങ്ങനെ കൊണ്ടു കൊടുക്കണമെങ്കിൽ നമുക്ക് സ്റ്റാഫുകൾ വേണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ട് ആള് വേണ്ടേ? അതിനെന്താ, ഒരാളെയും കൂടെ എടുത്താൽ പോരെ, കാര്യങ്ങളൊക്കെ ഓക്കെ ആവൂലെന്ന് ചോദിച്ചു. ബാലനും അത് ഇഷ്ടപ്പെട്ടു. ശ്രീദേവി പറഞ്ഞു ബാലച്ച, അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കട മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ശ്രീദേവിക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു. ആ സമയത്ത് ആനന്ദ് ഇങ്ങനെ വിചാരിച്ചു ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം ഇവള് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് ഗോമതി സ്റ്റോഴ്സിൽ. അത് അപകടമാണ്. എത്രയും പെട്ടെന്ന് അവളെ അവിടെ നിന്ന് മാറ്റിയേ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ ധർമ്മം മുറിയിലേക്ക് വരുമ്പോൾ സുകന്യ ഭയങ്കര ആലോചനയില്ല. ആ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോ ധർമ്മം ചോദിച്ചു എന്താ സുകന്യ, നീ എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ? ധർമ്മേട്ടൻ അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ഒരു ചിന്തയില്ല. നിന്റെ കാര്യത്തിൽ എനിക്കെന്താ ചിന്ത? അല്ല, എന്റെ മോൻ കണ്ടിട്ട് എന്തേലും ഒന്നും തോന്നില്ലേ? നിന്റെ മോൻ കണ്ടിട്ട് എന്തെന്ന് ചോദിച്ചു. ധർമ്മേട്ടൻ അങ്ങനെയാ, ഒന്നും തോന്നത്തില്ല. എന്റെ ഭാര്യ സുന്ദരിയല്ലേ? നിന്റെ മോൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ സുന്ദരി അതൊന്നുമല്ല. പിന്നെയോ, ഞാൻ ഈ വീട്ടിലിരുന്ന് മുഷിയുന്ന കണ്ടില്ലേ? അതിന് എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, നീ വീട്ടിലിരിക്കുക. നിനക്ക് വെറുതെ വീട്ടിലിരുന്നാ പോരെ? ധർമ്മേട്ട, അതാ ഞാൻ പറഞ്ഞേ, ഞാൻ വീട്ടിലിരുന്ന് മടുത്തു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഗോമതി സ്റ്റോഴ്സിലേക്ക് പോയി അതിന്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുവല്ലേ ശ്രീദേവി. ഈ പറയുന്ന ധർമ്മേട്ടനും ഗോമതി സ്റ്റോഴ്സിലെ ആളാണല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാ എന്നെ വിളിക്കാതെ? എനിക്കും ഗോമതി സ്റ്റോഴ്സിൽ പോയി ഇരിക്കാലോ. ഓഹോ, അപ്പൊ അതാണ് കാര്യം എന്ന് ധർമ്മന് മനസ്സിലായി. ധർമ്മേട്ടൻ എന്തോ ഒന്നും മിണ്ടാത്തെ. ഇടി സുകന്യ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ധർമ്മേട്ടൻ നാളെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുമ്പോൾ ഞാനും വരുന്നുണ്ട്. എനിക്കും ഗോമതി സ്റ്റോഴ്സിന്റെ അധികാരിയാവണം. അയ്യോ എന്റെ പൊന്നു സുകന്യെ, നിനക്ക് അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ശ്രീദേവിയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് അളിയനാ കാരണം. കാരണം എന്താണെന്നറിയോ?
ദേവിയുടെ കുഞ്ഞും മരിച്ചു പോയതിനു ശേഷം ദേവിക്ക് ഒരു സന്തോഷ സമാധാനമൊന്നും ഇല്ല. ആ മനസ്സ് ഇപ്പോഴൊന്നും സന്തോഷിക്കുന്നത്. വെറുതെ എന്തിനാ അതും കൂടെ ഇല്ലാതാക്കുന്നത്? നീ ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നിട്ട് നീ വരുമൊന്നും വേണ്ട. ഓ, എനിക്കറിയാം അല്ലെങ്കിലും എന്നെ കൊണ്ടുപോകത്തില്ലെന്നുള്ള കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. ഇത് സുകന്യ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ആ, പ്രശ്നം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ എനിക്കൊരു വില കൂടിയ ഒരു വാച്ച് തരണം. വാച്ചോ? അതെ, ഒരു വില കൂടിയ വാച്ച് മേടിച്ചു തരുവാണെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഒടുവിലെ ധർമ്മം സംഭവിച്ചു. ഒരു വാച്ചിന്റെ കാര്യമല്ലേ ഉള്ളൂ. വാച്ചെങ്കിൽ വാച്ച് നിനക്ക് ഞാൻ വാങ്ങിച്ചുതരാം. ആ, പിന്നെ ഒരു കാര്യം, നാളെ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ നാളത്തെ ഞാൻ കടയിലേക്ക് വരും. ഓ, സമ്മതിച്ചു. ഇനിയിപ്പോൾ അതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് ആര്യം മുറി കട്ടക്കരിപ്പിലാണ്. ആര്യം ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. മിത്ര പറഞ്ഞ ആര്യം ഇവിടെ ഒന്ന് ഇരിക്കുക. എങ്ങനെ ഇരിക്കാനാ? ആ അലോക് എന്ന് പറയുന്നവൻ മനഃപൂർവ്വ അനുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കണത്. അവന് പുറത്ത് എങ്ങനെയാണെങ്കിലും വീടിനുള്ള എങ്ങനെയായിരിക്കും? അനു ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. മിത്ര പറഞ്ഞു, അനുവായിട്ടെടുത്ത തീരുമാനമല്ലേ, അവളായിട്ടെടുത്ത ജീവിതമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളും. ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് വല്ലതും ആയോ? എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ ഞങ്ങൾ അങ്ങനെ ചീത്ത പറയും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ആലോകം എന്ന് പറയാൻ ദുഷ്ടൻ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അവനെ വലിച്ചിറക്കി നാളെ കൊടുക്കാനാ തോന്നിയത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, ദൈവത്തെ ഓർത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത്, സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ആരിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.